അപ്പോൾ CBR ടെസ്റ്റിൻ്റെ പ്രൊസീജിയേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ സോയിൽ സാമ്പിൾ 5 കിലോഗ്രാം നമ്മൾ വേ ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അത് 20 mm CV ചെയ്തിട്ട് 5 കിലോഗ്രാം സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രെയിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 40% വാട്ടറാണ്, അതായത് 14% വാട്ടറാണ്, അതായത് 5000 × 14 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 700 മില്ലി വാട്ടർ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 500 ml ആണ് നമ്മളിങ്ങനെ നല്ലൊക്കെ ഫിക്സാക്കി വെച്ചിട്ടുണ്ട്. ഫിൽറ്റർ പേപ്പർ വെച്ചു. ഇനി അതിൻ്റെ ഫിൽറ്റർ പേപ്പർ നമ്മൾ ഫിക്സ് ചെയ്തു. അടുത്ത് നമ്മൾ ഈ സാമ്പിൾ ലെയറായിട്ട് നമ്മൾ ഇടണം. 3 ലെയറായിട്ടാണ് നമ്മൾ സാമ്പിൾ ഇടുന്നത്. പക്ഷേ നമ്മൾ പുറത്ത് പോകാതെ സൂക്ഷിച്ച് ഫൈവ് ലേയേഴ്സ് 56 ബ്ലോസ്. ഒന്നും ചെയ്തിട്ടില്ല. ഇത് നോക്ക്, ആ കടയിൽ ഇത് ലോക്ക് ചെയ്ത് നോക്കണ്ടേ? അല്ല, ഇത് മുഴുവൻ 12 ചെയ്യാം. താഴേക്കാണോ, താഴേക്ക് ഇറങ്ങണോ ഇത് ചെയ്യണത്? ഇത് മേളിലേക്ക് ഇതിലൊന്ന് പ്രോവിങ് റിങ്ങിലേക്ക് ഒന്ന് ഇരിക്കുകയല്ലേ ചെയ്യണത്, അല്ലേ? ആ പ്രോവിങ് റിങ് ഇതിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴല്ലേ പ്രോവിങ് റിങ്ങിലെ ഡയൽ ഗേജ് മുന്നോട്ട് പോകുന്നത്, ലോഡ് എടുത്ത് കൊടുക്കുന്നത്, അല്ലേ? അപ്പം ഈ സാമ്പിളിന് എന്താ സംഭവിക്കുന്നത്? കംപ്രഷൻ സംഭവിക്കുമ്പോൾ അതിലെന്താ ഡിഫോർമേഷൻ സംഭവിക്കും, അല്ലേ? സോയിൽ താഴും, അല്ലേ? ഡിഫോം ആകും, താഴേക്കാവും. ഇത് മേളിലേക്ക് ലോഡ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് സാമ്പിള് താഴേക്ക് വരും, അല്ലേ? അതുപോലെ തന്നെ ആ സെൻറ്റർ പോർഷനിൽ ഇത്രയും ഡയലല്ലേ അത് ലോഡ് എടുക്കുന്നത്, അല്ലേ? ഒരു പൊസിഷനിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്, അല്ലേ? അതിൻ്റെ സെൻറ്റർ പോർഷനിൽ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് മേളിലേക്ക് പോകുമ്പോൾ ഇത് ലോഡ് കാണിക്കും. ഇതെന്താ സംഭവം? ഇതിൻ്റെ പേര് പ്രോവിങ് റിങ്. ഇത് എന്തിൻ്റെ? പെനിട്രേഷൻ്റെ, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയൽ ഗേജ്. ഓക്കെ, പ്രോവിങ് റിങ്ങിൽ ലോഡ് മെഷർ ചെയ്യാനുള്ള ഡയൽ ഗേജ് ആയത്, അല്ലേ? അപ്പോൾ ഈ 50 kN എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പെർ സെക്കൻഡ് പെർ മിനിറ്റ് സപ്ലൈ ചെയ്യുന്ന ആ ലോഡല്ലേ? അതായത് നമുക്ക് ഇപ്പോൾ ലോഡ് വരുന്നത് ഈ 50 kN എന്ന് പറഞ്ഞാൽ ഈ ലോഡ് കൊടുക്കുമ്പോൾ ഇതിന് താങ്ങാവുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? ഇത്ര ഈ പ്രോവിങ് റിങ് ഈ 50 kN മേളിലേക്കാനുള്ള സാമ്പിളാണ് ഇതിൽ വരുന്നതെങ്കിൽ നമുക്ക് അത് ലോഡ് താങ്ങാൻ പറ്റൂലല്ലോ പ്രോവിങ് റിങ്, അല്ലേ? 50 kN വരെയാണ് അതിൻ്റെ കപ്പാസിറ്റി. അതിന് മേലേക്കുള്ള ഒരു സാമ്പിളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ സോയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ 50 kN വേണമെന്നില്ല, അത്രയും ലോഡ് വരുന്നില്ലല്ലോ. 50 kN അത്രയും ലോഡ് എടുക്കുന്നില്ലല്ലോ. സോയിലല്ലേ, കാരണം വെള്ളം വരുമ്പോൾ അത് പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യും, അല്ലേ? പക്ഷേ ഈ സാമ്പിൾ തന്നെ നമ്മൾ ഇപ്പോൾ അവിടുത്തെ വർക്ക്, നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ വർക്ക്, ഇതിൻ്റെ തന്നെ ഒരു പാർട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ, അല്ലേ? ജിയോടെക്കിൻ്റെ അതിൻ്റെയൊക്കെ റോഡ് വർക്ക് തന്നെയൊക്കെ നമ്മൾ അഗ്രിഗേറ്റ് മാത്രമല്ല, നമ്മളെ ഇപ്പോൾ ഈ WMM GSP എന്ന് പറയും, ഗ്രാനുവൽഡ് സബ് ബേസ്, അല്ലേ? പിന്നെ WMM അതിൻ്റെ മേലെ ആ ഗ്രാനുവൽഡ് സബ് ബേസ് എന്ന് പറഞ്ഞാൽ കരിങ്കല്ലൊക്കെ അല്ലേ, ഡസ്റ്റും ഇതൊക്കെ ആയിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ നമ്മൾ CBR ചെയ്യും. കോമ്പാക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കണ്ടെത്തിയിട്ട് OMC കണ്ടെത്തിയിട്ട് ആ OMC ആഡ് ചെയ്തിട്ട് CBR ചെയ്യും. അപ്പോൾ ആ CBR ചെയ്യുമ്പോൾ ആ കല്ല് ഇതിൽ കൊണ്ടുവന്നിട്ട് ഈ 10 kN കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സ്ട്രെങ്ത് കൂടുതലല്ലേ, ഇതിലെ കൂടുതൽ അടിച്ചു പോകുന്നത്, അല്ലേ? ഇതിൻ്റെ കപ്പാസിറ്റി കൂടുതലാണ്. അതിലേക്ക് വരുന്നത് 50 kN നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോയിലിന് ശരിക്കും പറഞ്ഞാൽ ഇത്രൻ്റെ ആവശ്യമില്ല. 10 kN ഉണ്ട്, പക്ഷേ ഇനി സെറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ്. ഇതിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്. ഇത് തമ്മിൽ ഇപ്പോൾ 10 kN ഞാനൊരു കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടുത്തെ WMM GSPയുടെ CBR ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അടിച്ചു പോകും. പിന്നെ ഇതിൻ്റെ തന്നെ സോയിൽ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള സോയിൽ, സ്ട്രെങ്ത്ത് കൂടിയ സോയിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ചിട്ട് നല്ല കരിങ്കല്ല് പോലെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ 10 kN വരുമ്പോൾ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരും. ഇതുപോലെ ഞങ്ങൾ അവർ ചെയ്തിട്ട് അടിച്ചു പോയതാണിത്. വാട്ടർ കണ്ടൻറ്റ് കുറയുമ്പോൾ അതിനനുസരിച്ച് എന്താണ് സ്ട്രെങ്ത്ത് വർദ്ധിക്കും. ഒരുപാട് വെള്ളം കുറഞ്ഞാലും സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല, ഒരു കണ്ടീഷനിൽ കൂടിയാലും സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല, അല്ലേ? ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് ഒരു വാട്ടർ കണ്ടൻറ്റ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്ത് ആ OMCന് കുറച്ച് താഴെ നിന്നു,
അത് ഒരുപാട് താഴെ നിന്നില്ല. ഹോം സ്റ്റേ ഒക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും, നമുക്ക് വാല്യൂ കിട്ടും. പക്ഷേ ഒരു വന്നപ്പോൾ എന്താ സംഭവിച്ചത്, നല്ല തിക്ക് റെഡ് എർത്തും അതും ആ വെള്ളം കൂടി വന്നു കഴിഞ്ഞപ്പോൾ കരിങ്കല്ല് പോലെയായി. വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറഞ്ഞപ്പോഴേ കരിങ്കല്ല് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു ലോഡ് കൊടുത്തപ്പോൾ നല്ല കരിങ്കല്ലായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ ഇതുപോലെ 10ൻ്റെ ഒരെണ്ണടിച്ച് പോയി ഇതുപോലെ, എന്നിട്ടും പുതിയത് മേടിച്ചു വന്നു. അപ്പോൾ അങ്ങനെയും സംഭവിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കുഴപ്പമില്ല. 50 കിലോ ന്യൂട്ടൻ്റാവും. പിന്നെ അങ്ങനത്തെ കരിങ്കല്ല് പോലത്തെ സോയിലാണെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന് വെച്ചാലും വേറെ വിഷയം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിൽ നമ്മൾ സീറോ സെറ്റ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ലോഡ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അതായത് ഈ 0 to 0 വരുമ്പോൾ അതിൻ്റെ ടൈമുണ്ട്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്. 1.25 മിനിറ്റാണ് അതിൽ വരുന്നത് അല്ലേ. 0 to 0 വരുമ്പോൾ വരേണ്ട ടൈം എന്ന് പറയുന്നത് 1.25 മിനിറ്റിലേക്കാണ് അത് വരേണ്ടത്. പക്ഷെ നമ്മളിത് കൈകൊണ്ട് കറക്കുമ്പോൾ നിങ്ങൾ ആ ടൈം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലേ. നിങ്ങൾ 2 ഒറ്റ സ്പീഡിൽ കറക്കുമ്പോൾ ഇവൻ കറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഇതിലേക്ക് വരും അല്ലേ. അങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ 0 to 0 വരുന്നതെന്ന് പറഞ്ഞാൽ 1 mm അല്ലേ അല്ലേ. 1 mm എന്താ സംഭവിക്കുന്നത്, ഇതിൽ പെനട്രേഷനാണ് സംഭവിക്കുന്നത്. 0 to 50 എന്ന് പറഞ്ഞാൽ 0.5 mm. അത് പെനട്രേറ്റ് ചെയ്യുമ്പോൾ ആ പെനട്രേറ്റിന് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പിന്നെ ഇതിൽ 0 വരുമ്പോൾ 1 mm വാല്യൂ, 1.5 mm വാല്യൂ. പക്ഷേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കൈകൊണ്ടാണ് കറക്കുന്നത്. കൈകൊണ്ട് കറക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ കറക്കാൻ പാടില്ല. ആ 0 to 0 എന്ന് പറഞ്ഞാൽ 1 mm വരേണ്ടത് എത്ര മിനിറ്റിലാണ്? 1.25 മിനിറ്റിലാണ് അല്ലേ. അതിനൊപ്പിച്ചിട്ടായിരിക്കണം നമ്മളിത് കറക്കേണ്ടത്. അപ്പോൾ 50 വരുമ്പോൾ അതിൻ്റെ ഏകദേശം പകുതി വരണം അല്ലേ. അങ്ങനെ കറക്കാൻ പാടുള്ളൂ. അതായത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒറ്റയടിക്ക് കറക്കുമ്പോൾ ഇവൻ കറങ്ങി പെട്ടെന്ന് ഇതിലേക്ക് വരും. പെൻട്രേഷൻ കറക്റ്റ് ആവില്ല, ലോഡും കറക്റ്റ് ആവില്ല, നമുക്കെല്ലാം തെറ്റും. ലോഡും നമ്മൾ ഈ എടുക്കുന്ന വാല്യൂസ് ഒക്കെ തെറ്റും കേട്ടോ. ചെയ്തോ. അപ്പോൾ ഞാൻ 1-2 റീഡിങ് കാണിക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊന്ന് അസ്യൂം ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ആ മിനിറ്റ് ഒരു 50ലേക്ക് വരുമ്പോൾ ഒരു പകുതി 1.25 മിനിറ്റിന് പകുതി വരുന്ന രീതിയിൽ ചെയ്യാം. 50 എത്തി. 0.5 റീഡിങ് 4 അല്ലേ. ഫാനിട്ടോ ലൈറ്റ് ഇട്ടോ ചൂടിട്ടിട്ട് പാടില്ല. ആ ഒരു ജനൽ തുറന്നിട്ടോ. 0 എത്താൻ പോണ്. അപ്പോൾ എത്രയായി? 8 അല്ലേ. 8 ആ. നിർത്തരുത് കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ നീണ്ടല് പിന്നോട്ട് പോകും. ഇനി നമ്മളിത് 12.5 എത്തിക്കഴിഞ്ഞാലേ കേട്ടോ, 12.5 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിച്ചു കുറച്ച് എടുക്കരുത്. ഇവനെ റിവേഴ്സ് കുറച്ചൊന്ന് കറക്കണം, എന്നിട്ട് താഴേക്ക് ഇറങ്ങണം കുറച്ച്, എന്നിട്ട് ഇത് വലിക്കണം പുറത്തേക്ക്, എന്നിട്ട് ഇത് അഴിച്ച് മാറ്റണം. നേരത്തെ കിടന്ന പൊസിഷനിലേക്ക് അഴിച്ച് നേരത്തെ ചെയ്ത് നേരെ റിവേഴ്സ് ചെയ്യല്ലേ. റിവേഴ്സ് കുറച്ച് താഴേക്ക് ഇറക്കണം കേട്ടോ.